ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ഷെല്ലിനെ കുറിച്ചാണ്. ആദ്യം തന്നെ പവർ ഷെൽ എന്താണെന്ന് പറയാം. പവർ ഷെൽ എന്ന് പറയുന്നത് .NET ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്ത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടൂളാണ് പവർ ഷെൽ എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ മറ്റെല്ലാ ആപ്ലിക്കേഷനെയും പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ഡീഫോൾട്ടായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയി വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പവർ ഷെൽ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് .exe എന്ന എക്സ്റ്റൻഷനിലായിരിക്കും. അപ്പോൾ നമുക്കത് PowerShell .exe എന്ന ഒരു ഫയലായി തന്നെ നമ്മുടെ ലാപ്പിൽ ഇൻബിൽട്ട് തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ വിൻഡോസിൻ്റെ സെർച്ച് ബാറിലേക്ക് പോയിട്ട് PowerShell .exe എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ PowerShell ഓപ്പണായി വരുന്നതായിരിക്കും. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് തന്നെ പോലെയാണ് ഇതിൻ്റെ അപ്പിയറൻസ്. ബട്ട് ഇതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലായിരിക്കും. പിന്നെ ഇതും കമാൻഡ് പ്രോംപ്റ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പവർ ഷെൽ എന്ന് പറയുന്നത് കമാൻഡ് പ്രോംപ്റ്റിനേക്കാൾ കുറച്ചുകൂടി പവർഫുള്ളാണ്. അതേപോലെ തന്നെ ഷെൽ ടൈപ്പിൻ്റെ കാര്യത്തിലും ഒരു ചില കമാൻഡിൻ്റെ കാര്യത്തിലൊക്കെ കമാൻഡ് പ്രോംപ്റ്റും നമ്മുടെ പവർ ഷെല്ലും തമ്മിൽ കുറച്ച് വ്യത്യാസം കാര്യങ്ങളും ഉണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ അത്ര ഡിഫറൻസ് വരുന്നില്ല. ഇനി നമുക്കൊരു കമാൻഡ് നോക്കാം. പവർ ഷെല്ലിലെ കമാൻഡാണ് ഗെറ്റ് പ്രോസസ്. ഈ കമാൻഡ് നമ്മുടെ പവർ ഷെല്ലിൽ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിൽ റൺ ആയിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമുക്കൊരു പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ ടെർമിനേറ്റ് ചെയ്യണമെങ്കിലോ അതിനെല്ലാം തന്നെ സെപ്പറേറ്റ് കമാൻഡ്സ് ഉള്ളതാണ്. ഇനി നമുക്ക് എന്തുകൊണ്ട് പവർ ഷെല്ല് യൂസ് ചെയ്യണം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിൻഡോസ് പവർ ഷെൽ എന്ന് പറയുന്നത് വിൻഡോസ് 7 തൊട്ടുള്ള എല്ലാ വേർഷനിലും ഇൻബിൽട്ടായി തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ പവർ ഷെൽ എന്ന് പറയുന്നത്. ഈ പവർ ഷെൽ എന്ന് പറയുന്നത് വിൻഡോസ് സെർവർ 2012/2 പല സെർവർ ടൂൾസും റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പവർ ഷെൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നടക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. അഡ്മിനിസ്ട്രേറ്ററിന് അതിൻ്റെ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വിൻഡോസ് റൺ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നതല്ലേ. അതായത് നമ്മൾ മൗസ് നീക്കി ഓരോ കാര്യം ക്ലിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നതല്ലേ. പക്ഷേ ഈ വിൻഡോസ് സെർവർ ടൂൾസിൻ്റെ കാര്യം വരുമ്പോഴേക്കും അവിടെ നടക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പവർ ഷെൽ വഴിയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് ആ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നതെല്ലാം ഈ പവർ ഷെൽ വഴിയാണ്. ബട്ട് അഡ്മിനിസ്ട്രേറ്റർ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് മാത്രമാണ്. ഈ പവർ ഷെല്ലിലെ പല മൊഡ്യൂളുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ടെക്നോളജി ഫേംസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് അവരുടെ എല്ലാ പ്രൊഡക്റ്റിനും തന്നെ പവർ ഷെൽ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പവർ ഷെൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻഡോസിൻ്റെ എല്ലാ വേർഷനും, അതായത് 2008 വേർഷൻ മുതലുള്ള എല്ലാ വേർഷനും നമുക്ക് പവർ ഷെൽ യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പവർ ഷെല്ലിനെ കുറിച്ച് നല്ലൊരു നോളജ് ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ ലിനക്സിൽ കമാൻഡ്, അതായത് ടെർമിനൽ യൂസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പവർ ഷെൽ യൂസ് ചെയ്യുകയും പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.